ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളിന്ന് 1 കിലോ പച്ചപ്പാവയ്ക്ക മേടിച്ചിട്ടുണ്ട്. ഈ പച്ചപ്പാവയ്ക്ക ഇന്ന് നമ്മൾ വറക്കാൻ പോവാണ്. ഇത് വാട്ടി ഉണങ്ങിയൊന്നും അല്ല വറക്കുന്നത്, ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് ഇത് വറക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെളിയിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് ഇത് വറുത്ത് കൊടുത്തു വിടാൻ നല്ല സൂപ്പർ സാധനമാണ്. നമുക്കപ്പോൾ ഈ പാവയ്ക്ക എങ്ങനെയാണ് വറക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ പാവയ്ക്ക അരിഞ്ഞെടുക്കാൻ പോവാം. അതെങ്ങനെയാണ് അരിയണേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പാവയ്ക്ക ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ പാവയ്ക്ക എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ ഇത്രയും വീതിയിൽ അത് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് ഇനി വളരെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ, പാവയ്ക്ക അരിഞ്ഞേക്കണത്. പാവയ്ക്ക കനം കുറച്ച് ഇതേ അളവിലാണ് ഞാൻ ഈ പാവയ്ക്ക അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പാവയ്ക്കകത്തേക്ക് ഇതൊരു നീളമുള്ള പച്ചമുളക്, ഒരു 5-8 പച്ചമുളക് ഞാൻ നീളനെ അരിഞ്ഞ് എടുത്തതാണ്. ഈ മുളകിനി നമ്മൾ ഈ പാവയ്ക്കകത്തേക്ക് ഇടുന്നു. അതുപോലെ ഈ പാവയ്ക്കയ്ക്ക് എത്രമാത്രം ഉപ്പ് വേണോ അതനുസരിച്ച് ഉള്ള ഉപ്പ് ഞാനിത് എടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും പാവയ്ക്ക വറക്കുമ്പോൾ അല്പം മുന്നോട്ട് കൂടിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കയ്ക്ക് കയ്പായതുകൊണ്ട് ആ കയ്പ് അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ ഉപ്പ് ഇതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് വച്ചുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാത്തതിന് കാരണം വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ആ ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാം ഓയിലാണ് വറക്കുന്നത്. ഇത് കാറിപ്പോവോ ടേസ്റ്റ് മാറുമോ ഒന്നും ചെയ്യില്ല, ഇരുന്നാലും ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ എണ്ണ ഭംഗിയായിട്ട് ചൂടായി. ഇനി നമ്മൾ എണ്ണയിലേക്ക് നമ്മുടെ പാവയ്ക്കയും ഈ പച്ചമുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ചെറിയ ചീനച്ചട്ടിക്കകത്താണ് നമ്മൾ ഈ എണ്ണ അടപ്പത്ത് വെച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ പാവയ്ക്ക ഇട്ട് കൊടുക്കണ സമയത്ത് നമ്മൾ ആ തീ കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ആ എണ്ണ തിളച്ച് മുകളിലേക്ക് പൊന്തിപ്പോവും. ഇതിപ്പോൾ വലിയ ചീനച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം ഇത് നമുക്ക് പാകമാകുന്നിടം വരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കത്തിപ്പോവും. അത് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ പാവയ്ക്ക ദേ ഇത്രയും മൊരിഞ്ഞു വന്നു. ഈ പാവയ്ക്ക മൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ഇതും കൂടെ കോരിയെടുക്കുകയാണ്. ഈ പാവയ്ക്ക സ്പീഡിൽ വറുത്ത് കോരി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരല്പം താമസം വരും പച്ചപ്പാവയ്ക്ക ആയതുകൊണ്ട്. ഇത് ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകുന്നതിന് മുമ്പാണ് ഞാനിത് കോരിയത്. അത് കോരി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഈ പാവയ്ക്ക നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പാകത്തിൽ ഇത് കോരി പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഒരു സവോള
തീരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തതാണ്. ഈ സവോള ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇടുക. ഇത് നമ്മൾ ഇനി ഒരു പകുതിയോളം ഇത് മൊരിഞ്ഞു വരണേടം വരെ ഇതും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ സവോള ഒരു 1/4 ഭാഗത്തോളം മൊരിഞ്ഞു. ഇനി ഒരു 1/4 ഭാഗം കൂടെ നമ്മുടെ സവോള മൊരിഞ്ഞു വരാനുണ്ട്. ആ ടൈമിൽ നമ്മൾ ആ കോരി വെച്ച പാവയ്ക്കയില്ലേ, ആ പാവയ്ക്ക വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് ഒന്നോടെ ഇടുന്നു. ഇങ്ങനെ ഇടണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വറുത്താലാണ് ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. മറ്റേ അല്ലെങ്കിൽ തളർന്നിരിക്കും. അങ്ങനെ വരാതിരിക്കാനാണ് ഇത് രണ്ടാമത് ഒന്നുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. ഒന്നോടെ ഇട്ട് ഇത് പതുക്കെ ആ സവോളയും കൂടെ ചുവപ്പായി കഴിയുമ്പോൾ നമുക്ക് ഇത് കോരാം. അപ്പം നമ്മുടെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കുവാണ്. അപ്പം നമ്മുടെ പാവയ്ക്ക വറുത്ത് കോരി ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാന്ന്. ഭംഗി തന്നെയല്ല, ഇതിന് നല്ല സ്മെല്ലുമായി ഈ പാവയ്ക്ക. ഇങ്ങനെ അത് ആ ഉള്ളി ഇട്ടതിൻ്റെ നല്ല മണം. പിന്നെ നിങ്ങൾക്ക് ഇത് വറക്കുമ്പോൾ തേങ്ങ വേണ്ടവർക്ക് തേങ്ങ നൈസായിട്ട് അരിഞ്ഞ് തേങ്ങ കൊത്തി വറുത്തിടാം. അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യമുള്ളവർക്ക് കറിവേപ്പില ഇടാം. എന്നെ സംബന്ധിച്ച് എനിക്കിത് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് രണ്ടും മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പം നല്ല അടിപൊളി പാവയ്ക്ക വറുത്തതാണ്. നല്ല ക്രിസ്പിയാണ് ഈ സംഭവം. ഇതിന് വറുത്ത് കഴിഞ്ഞപ്പോൾ കയ്പൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല, ചെറിയൊരു കയ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.